ഹായ് ഓൾ, എവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ കസിൻസ് ഫ്രം അക്രോസ് ദ സീ എന്ന് പറയുന്ന ലെസൺ ആണ്. അപ്പോൾ ലെസൺ തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എന്താണെന്ന് നോക്കാം. ഐലൻഡ്സ് ആർ ഫാസിനേറ്റിംഗ് പ്ലേസസ് ഈച്ച് വിത്ത് എ യുണീക്ക് സ്റ്റോറി ടു ടെൽ. ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വീപാണ്. ഇവിടെ എസ് സൈലൻ്റ് ആണ്. ഐസ്ലൻഡ് എന്ന് വായിക്കരുത്, ഐലൻഡ് എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അപ്പം ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശം, അതാണ് ദ്വീപ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐലൻഡ്സ് എന്ന് പറയുന്നത് ഫാസിനേറ്റിംഗ് പ്ലേസസ് ആണെന്നാണ് പറയുന്നത്. ഫാസിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആകർഷണീയമായ. ഓക്കെ, അപ്പോൾ ദ്വീപുകൾ എന്താണ്, വളരെ ആകർഷണീയമായ സ്ഥലങ്ങളാണ്. ഈച്ച് വിത്ത് എ യുണീക്ക് സ്റ്റോറി ടു ടെൽ. ഓരോ ദ്വീപിനും ഒരു സ്റ്റോറി, ഒരു കഥ പറയാനുണ്ടാവും. ഒരു യുണീക്കായിട്ടുള്ള, ഒരു സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിശിഷ്ടമായിട്ടുള്ള കഥ പറയാനുണ്ടാവും എന്നാണ് പറയുന്നത്. ലെറ്റ് us read about ലക്ഷദ്വീപ്. നമുക്ക് ലക്ഷദ്വീപിനെ കുറിച്ച് വായിക്കാം. അപ്പം കസിൻസ് ഫ്രം അക്രോസ് ദ സീ എന്ന് പറയുന്ന ഈ ലെസണിൽ ലക്ഷദ്വീപിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമുക്കിനി ലെസണിലേക്ക് വരാം. ഇറ്റ് വാസ് ദ ലാസ്റ്റ് പീരീഡ് ഇൻ ദ ആഫ്റ്റർനൂൺ. സോന ടീച്ചർ ബീംഡ് അറ്റ് ഹർ ചിൽഡ്രൻ. അപ്പം എന്താണ്, ഉച്ചയ്ക്ക് ശേഷമുള്ള അവസാനത്തെ പീരീഡാണ്. ആ സമയത്ത് സോന ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത് ബീംഡ് അറ്റ് ഹർ ചിൽഡ്രൻ. ബീംഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഞ്ചിരിക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് ടീച്ചറുടെ ക്ലാസ്സിലെ കുട്ടികളെ നോക്കി അങ്ങനെ വരികയാണ്. ദ ചിൽഡ്രൻ റിയലൈസ്ഡ് ദാറ്റ് ദർ വാസ് സം ഗുഡ് ന്യൂസ് കമ്മിങ്. അപ്പം ടീച്ചറുടെ ഫേസിലുള്ള ആ ഒരു പുഞ്ചിരിയൊക്കെ കണ്ടിട്ട് കുട്ടികൾ മനസ്സിലാക്കുകയാണ് എന്തോ ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് പറയാനായിട്ടാണ് ടീച്ചർ വരുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഇനി ടീച്ചർ എന്താ പറയാൻ നമുക്ക് നോക്കാം. ചിൽഡ്രൻ, വി ആർ ഗോയിങ് ഫോർ എ സ്റ്റഡി ടൂർ നെക്സ്റ്റ് മന്ത്. എന്താ പറയുന്നത്, കുട്ടികളെ നമ്മൾ അടുത്ത മാസം ഒരു സ്റ്റഡി ടൂർ പോവുകയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു വാർത്ത തന്നെയാണ് ടീച്ചർ വന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നിങ്ങളോടാണെങ്കിൽ നമ്മളിങ്ങനെ ടൂർ പോകുന്നുണ്ട് എന്ന് സ്കൂളിൽ നിന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നില്ലേ? അതെ, അപ്പോൾ അതേപോലെ ഇവിടെ കുട്ടികളോട് ടീച്ചർ പറയാണ് അടുത്ത മാസം നമ്മളൊരു സ്റ്റഡി ടൂർ പോകുന്നുണ്ട് എന്ന്. വേർ വുഡ് യു ലൈക്ക് ടു ഗോ? നിങ്ങൾക്ക് എവിടെ പോകാനാണ് താല്പര്യമെന്ന് ടീച്ചർ ചോദിക്കുന്നു. ദ ഹോൾ ക്ലാസ് ചിയേർഡ് എ സ്റ്റഡി ടൂർ. അപ്പോൾ കുട്ടികളെല്ലാവരും ഇങ്ങനെ ആ ഒരു ന്യൂസ് കേട്ടിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ചിയേർഡ് മീൻസ് ആഹ്ലാദിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. സ്റ്റഡി ടൂർ ആണോ എന്ന് ചോദിച്ച് അവർ ആശ്ചര്യത്തോടു കൂടെ ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ആയിഷ റേസ്ഡ് ഹെർ ഹാൻഡ്. ആയിഷ എന്ന് പറയുന്ന ഒരു കുട്ടി അവളുടെ കൈകൾ ഇങ്ങനെ ഉയർത്തി. യെസ് ആയിഷ, എനി ഐഡിയാസ്? അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, യെസ് ആയിഷ, എന്തെങ്കിലും ഐഡിയാസ് പറയാനുണ്ടോ എന്ന്. ഷാൽ വി ഗോ ടു ലക്ഷദ്വീപ് മിസ്? അപ്പോൾ മിസ്സിനോട് ചോദിക്കുകയാണ്, മിസ്സേ നമുക്ക് ലക്ഷദ്വീപിൽ പോകാനായിട്ട് പറ്റുമോ എന്ന്. വൈ ഡു യു ലൈക്ക് ടു ഗോ ടു ലക്ഷദ്വീപ്? എന്തുകൊണ്ടാണ് നിനക്ക് ലക്ഷദ്വീപിൽ പോകാൻ ആഗ്രഹം എന്ന് ടീച്ചർ ആയിഷയോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നീ അവിടെ പോകാൻ താല്പര്യപ്പെടുന്നത് എന്ന്. മൈ അങ്കിൾ വർക്ക്സ് ദെയർ. എൻ്റെ മാമൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഹീ ഈസ് എ സ്കൂൾ ടീച്ചർ. അദ്ദേഹം എന്താണ്, ഒരു സ്കൂൾ ടീച്ചറാണ്. ഹീ സേയ്സ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അങ്കിള് പറഞ്ഞിട്ടുണ്ട്, അത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് എന്ന്. ഏത്? ലക്ഷദ്വീപ്. റിയലി ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. സോന ടീച്ചർ സ്മൈൽഡ്. അപ്പം ശരിക്കും എന്ന് ചോദിച്ചിട്ട് അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സോന ടീച്ചർ പുഞ്ചിരിച്ചു. സോ ഷാൽ വി ഗോ ടു ലക്ഷദ്വീപ്? അപ്പം കുട്ടികളോട് ചോദിക്കുകയാണ്, അപ്പോൾ നമുക്ക് ലക്ഷദ്വീപിൽ പോയാലോ എന്ന്. അപ്പോൾ കുട്ടികൾ എന്താ പറയുന്നത് നോക്കാം. യെസ് മിസ്, ദ എൻറ്റയർ ക്ലാസ് ഷൗട്ട് ഇൻ എ കോറസ്. അപ്പോൾ എല്ലാ കുട്ടികളോടും ഒരുമിച്ച് പറയുകയാണ് യെസ് മിസ്. കോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗായക സംഘത്തിനെയാണ് പറയുക. ഒരാൾ പാടുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുമിച്ച് ഒരുപാട് പേര് പാടില്ലേ, അതിനാണ് കോറസ് എന്ന് പറയുക. അപ്പോൾ അതേപോലെ കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് മിസ്സിനോട് പറയുകയാണ് യെസ് മിസ്, നമുക്ക് ലക്ഷദ്വീപിൽ പോവാം എന്നുള്ളത്. ഓൾ റൈറ്റ്, വി ഷാൽ ഗോ ടു ലക്ഷദ്വീപ്. അപ്പോൾ നമുക്ക് ലക്ഷദ്വീപിൽ പോകാം. ഡു യു നോ വാട്ട് ലക്ഷദ്വീപ് മീൻസ്? നിങ്ങൾക്കറിയോ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് എന്ന്, എന്താണ് അർത്ഥമെന്ന്? 1,00,000 ഐലൻഡ്സ്. ആയിഷ ഹസാഡഡ് എ ഗസ്. അപ്പം ആയിഷ ഒന്ന് ഗസ് ചെയ്തതാണ്. ഹസാഡഡ് മീൻസ് ഭാഗ്യപരീക്ഷണം എന്നുള്ളതാണ്. അപ്പം ആയിഷ വെറുതെ ഒന്ന് ഗസ് ചെയ്തതാണ്. 1,00,000 ദ്വീപുകളുള്ളതിനെയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് എന്ന്. ഓക്കെ, യെസ്, ദ നെയിം സീംസ് ടു മീൻ ദാറ്റ്. അപ്പം ടീച്ചർ പറയാണ്, അതെ, ആ ഒരു ലക്ഷദ്വീപ് എന്നുള്ള പേര് മീൻ ചെയ്യുന്നത് അത് തന്നെയാണ്, 1,00,000 ദ്വീപുകളുള്ള എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. ബട്ട് ദർ ആർ ഓൺലി 36 ഐലൻഡ്സ്. പക്ഷേ അവിടെ ആകെ 36 ഐലൻഡ്സ് മാത്രമാണ് ഉള്ളത്. ആൻഡ് ഓൺലി 10 ഓഫ് ദം ആർ ഇൻഹാബിറ്റഡ്.
ആ 36 ഐലൻഡ്സിൽ ആകെ 10 ഐലൻഡ്സ് മാത്രമാണ് ഇൻഹാബിറ്റഡ് ആയിട്ടുള്ളത്, അതായത് ആൾ താമസമുള്ളത്. ഡു യു നോ ദ ഐലൻഡേഴ്സ് കോൾ കേരള കര? നിങ്ങൾക്കറിയോ ഐലൻഡേഴ്സ്, അതായത് ദ്വീപിലുള്ള ആളുകൾ കേരളയെ കര എന്നാണ് പറയുന്നത്, കേരളത്തെ. ബിക്കോസ് ദേ ആർ ഐലൻഡേഴ്സ്, ദേ കൺസിഡർ ദംസെൽസ് ലിവിങ് ഇൻ വാട്ടർ. എന്തുകൊണ്ടാണ് അവർ വിചാരിക്കുന്നത്, അവരെ തന്നെ കൺസിഡർ ചെയ്യുന്നത് അവർ ജീവിക്കുന്നത് വെള്ളത്തിലാണ് എന്നാണ്. അപ്പം കേരളത്തിലുള്ളവർ കരയിലാണ്, അവർ വെള്ളത്തിലാണ് എന്നുള്ളതാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വൈ ഡു പീപ്പിൾ വിസിറ്റ് ദ ഐലൻഡ്സ്? എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഐലൻഡ്സ് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നത്? നവീൻ വാണ്ടഡ് ടു നോ. നവീന് ആ ഒരു കാര്യം അറിയണം, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഐലൻഡ്സ് വിസിറ്റ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, ദേ ആർ ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് സ്പോട്ട്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദ്വീപുകൾ എന്ന് പറയുന്നത് ആളുകളെ ആകർഷിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. ഓക്കെ, ആളുകളൊക്കെ ചെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ദ്വീപുകളെല്ലാം. അതുകൊണ്ടാണ് ആളുകളെല്ലാം അങ്ങോട്ടേക്ക് പോകുന്നത്. ദ സീ അറൗണ്ട് ദം ഇസ് എ പ്ലീസിങ് ബ്ലൂ ഇൻ കളർ. അപ്പോൾ ഈ ദ്വീപിന് ചുറ്റിയുള്ള ആ ഒരു സീ എന്ന് പറയുന്നത് ഒരു പ്ലീസിങ് ബ്ലൂ ഇൻ കളറാണ്. പ്ലീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ സുഖം നൽകുന്ന എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്, വളരെ സന്തോഷം നൽകുന്ന തരത്തിലുള്ള ഒരു ബ്ലൂ കളറോട് കൂടിയ സീയാണ് ദ്വീപിനെ ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ദർ ഇസ് ഓൾവേസ് എ പ്ലസൻറ്റ് ബ്രീസ് ബ്ലോയിങ്. അപ്പം അവിടെ എപ്പോഴും തന്നെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇളങ്കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ദ ഐലൻഡ്സ് ആർ ഫുൾ ഓഫ് കോക്കനട്ട് പാംസ്. കോക്കനട്ട് പാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തെങ്ങ് അല്ലേ. ആ ഒരു ഐലൻഡിൽ മൊത്തം എന്താണ്, കോക്കനട്ട് പാംസ് ആണ്, തെങ്ങാണ്. സം ഐലൻഡ്സ് ഹാവ് ഫെസിലിറ്റീസ് ഫോർ സ്കൂബ ഡൈവിങ്. ചില ഐലൻഡ്സിൽ എന്താണ്, സ്കൂബ ഡൈവിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സ്കൂബ ഡൈവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഓക്സിജൻ മാസ്കും മറ്റെല്ലാ സജ്ജീകരണങ്ങളോടും കൂടി എന്താണ്, കടലിലേക്ക് പോകുന്നതാണ്. നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നില്ലേ, അതിനാണ് സ്കൂബ ഡൈവിങ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉള്ള കുറച്ച് ഐലൻഡ്സും ഉണ്ട് എന്ന് പറയുകയാണ്. ഡു യു നോ വാട്ട് സ്കൂബ ഡൈവിങ് ഈസ്? നിങ്ങൾക്കറിയോ എന്താണ് സ്കൂബ ഡൈവിങ് എന്ന്? നമുക്ക് ഇവിടെ പിക്ചറിൽ കാണുന്ന അതാണ് കേട്ടോ സ്കൂബ ഡൈവിങ്. ദ ചിൽഡ്രൻ ഷൂക്ക് ദെയർ ഹെഡ്സ്. അപ്പം കുട്ടികൾ അറിയില്ല എന്നുള്ള തരത്തിൽ അവരുടെ തല ഇങ്ങനെ കുലുക്കി. സ്കൂബ സ്റ്റാൻഡ്സ് ഫോർ സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ്. സ്കൂബ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ്. അതായത് ഈ ഡൈവിങ്ങിന് പോകുന്ന ആളുകൾക്ക്, അതായത് കടലിൻ്റെ അടിയിൽ അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനും പഠിക്കാനും ഒക്കെ വേണ്ടി പോകുന്ന ആളുകൾക്ക് എന്താണ്, കടലിൻ്റെ അടിയിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, ബ്രീത്തിങ് അപ്പാരറ്റസ്, അതായത് ഓക്സിജൻ മാസ്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അവർ പോവുക. അതിനെയാണ് എന്ത് നമ്മൾ പറയുക, സ്കൂബ എന്ന് പറയുക, അല്ലെങ്കിൽ വെള്ളത്തിലിങ്ങനെ പോകുന്നതിനെയാണ് സ്കൂബ ഡൈവിങ് എന്ന് പറയുക. യു ക്യാൻ വെയർ ദ അപ്പാരറ്റസ് വിച്ച് കണ്ടെയ്ൻ ഓക്സിജൻ ഫോർ ബ്രീത്തിങ് അണ്ടർ വാട്ടർ. നിങ്ങൾക്ക് ആ ഒരു എന്താണ്, ബ്രീത്തിങ് അപ്പാരറ്റസ് എന്ന് വെച്ചാൽ ഉപകരണമാണ്, ബ്രീത്തിങ്ങിന് വേണ്ടിയുള്ള ഉപകരണം വെയർ ചെയ്യാം. വെയർ എന്ന് പറഞ്ഞാൽ ധരിക്കാം. അതിലെന്താണ് ഉണ്ടാവുക? ഓക്സിജൻ ഫോർ ബ്രീത്തിങ് അണ്ടർ വാട്ടർ. വെള്ളത്തിനടിയിൽ ശ്വസിക്കാനുള്ള ഓക്സിജൻ ആ ഒരു ബ്രീത്തിങ് അപ്പാരറ്റസിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, യു ക്യാൻ ദെൻ ഡൈവ് അണ്ടർ വാട്ടർ. ഡൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് പോവുക, ഊളിയിട്ട് പോവുക പറയില്ലേ, അതിനെയാണ് ഡൈവ് എന്ന് പറയാം. അപ്പോൾ ഈ ഓക്സിജൻ മാസ്കും അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടെ ശേഷം നിങ്ങൾക്ക് വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. യു ക്യാൻ സീ ദ സൈറ്റ്സ് അണ്ടർ വാട്ടർ ഫോർ സം ടൈം. പിന്നെ എന്താണ്, വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ എന്താണ് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ചില സമയത്ത്. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അതൊരു എന്താണ്, വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരു വിസ്മയകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുക എന്നാണ് പറയുന്നത്. ഹൗ ഡു വി ഗോ ടു ദ ഐലൻഡ്സ്? എങ്ങനെയാണ് നമ്മൾ ഈ ഐലൻഡ്സിലേക്ക് പോവുക? അപർണ ജോയിൻഡ് ദ ഡിസ്കഷൻ. അപർണ ആ ഒരു ഡിസ്കഷനിൽ ജോയിൻ ചെയ്തുകൊണ്ട് ചോദിച്ചു. ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചർച്ച അല്ലേ. എന്താ ചോദിച്ചത്? നമ്മൾ എങ്ങനെയാണ് ഈ ഐലൻഡ്സിലേക്കൊക്കെ പോവുക എന്നുള്ള കാര്യം. ദർ ആർ ഷിപ്സ് വിച്ച് ടേക്ക് അസ് ടു ദ ഐലൻഡ്സ് ഫ്രം കൊച്ചി. അപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ട്, ഐലൻഡ്സിലേക്ക് പോകാനായിട്ട് കൊച്ചിയിൽ നിന്ന് ഒരുപാട് ഷിപ്സ് ഉണ്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട്. വൺ ഓഫ് ദ ഐലൻഡ്സ് അഗതി ഹാസ് ആൻ എയർപോർട്ട്. അതിലൊരു ഐലൻഡായിട്ടുള്ള അഗതി എന്ന് പറഞ്ഞ ഐലൻഡിൽ എയർപോർട്ട് ഉണ്ട്. ദർ ആർ റെഗുലർ ഫ്ലൈറ്റ്സ് ടു ബാംഗ്ലൂർ ആൻഡ് ബാക്ക് വിത്ത് എ സ്റ്റോപ്പ് അറ്റ് കൊച്ചി. അപ്പം
അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കും തിരിച്ചും റെഗുലർ ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ഉണ്ട്. പിന്നെ എന്താണ്, കൊച്ചിയിൽ സ്റ്റോപ്പുള്ള ഫ്ലൈറ്റ്സും ഉണ്ട് എന്നാണ് പറയുന്നത്. ദ സ്റ്റുഡൻസ് വർ നൗ ഗേസിങ് ഈഗർലി അറ്റ് സോന ടീച്ചർ. ഗേസിംഗ് എന്ന് പറഞ്ഞാൽ ഉറ്റുനോക്കുക. അപ്പോൾ കുട്ടികളൊക്കെ എന്താണ്, വളരെ ഈഗർലി മീൻസ് ആകാംക്ഷയോടുകൂടി ടീച്ചറെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ടീച്ചറെയാണ്? സോന ടീച്ചറെയാണ് കേട്ടോ. അപ്പോൾ ഇനി ടീച്ചർ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാനുള്ള ആകാംക്ഷയാണ് കുട്ടികളിൽ കാണുന്നത്. ഓക്കെ. ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് സ്പോക്കൺ ടു എനി ഐലൻഡർ. ഐലൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വീപിൽ താമസിക്കുന്ന ആളുകൾ, അവരെയാണ് എന്ത് പറയുക? ഐലൻഡർ എന്ന് പറയുക. അപ്പോൾ ടീച്ചർ പറയുകയാണ്, ഞാൻ ചിന്തിക്കുന്നില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ഐലൻഡറിനോട് അല്ലെങ്കിൽ ദ്വീപിൽ താമസിക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് എന്ന്. പീപ്പിൾ ഇൻ 9 ഓഫ് ദ ഐലൻഡ് സ്പീക്ക് മലയാളം. 9 ഐലൻഡുകളിലും ദ്വീപുകളിലും ആളുകൾ സംസാരിക്കുന്നത് മലയാളമാണ്. ദർ മലയാളം ഈസ് കോൾഡ് ജസറി. അവരുടെ മലയാളത്തിന് ജസറി എന്നാണ് പറയുക. ഇറ്റ് കംസ് ഫ്രം ദ വേർഡ് ജസർ. ആ ഒരു ജസറി എന്ന് പറയുന്ന ആ വേർഡ് വന്നിട്ടുള്ളത് ജസർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. വിച്ച് മീൻസ് ഐലൻഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഐലൻഡ് എന്നാണ്. ജസർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ഐലൻഡ്. ഓക്കെ. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം അവർ മലയാളം ഇൻ കേരള. അവരുടെ ജസറി എന്ന് പറയുന്ന ആ ഒരു മലയാളം ലാംഗ്വേജ് നമ്മളുടെ കേരളത്തിലുള്ള മലയാളം ലാംഗ്വേജുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് എന്നാണ് പറയുന്നത്. ബട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പക്ഷേ നമുക്ക് ആ ഒരു ഭാഷ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെൻ ആൻ ഐലൻഡർ സേസ് നാൻ ഫോട്ടെ ഡോൺ ബി പസിൽഡ്. ഒരു ഐലൻഡർ പറയാണ്, അല്ലെങ്കിൽ ഒരു ദ്വീപിൽ താമസിക്കുന്ന ആൾ പറയുകയാണ് നാൻ ഫോട്ടെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പസിൽഡ് ആവണ്ട, അതായത് നമ്മൾ സംഭ്രമിക്കേണ്ട അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ദേ മീൻ ഞാൻ പോട്ടെ. അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പോട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് അവർ പറയുമ്പോൾ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മലയാളത്തിൽ ഞാൻ പോട്ടെ എന്നാണ്. ഓക്കെ. ഇൻ മിനിക്കോയ് ഐലൻഡ് ദേ സ്പീക്ക് എ ലാംഗ്വേജ് കോൾഡ് മഹൽ. അപ്പം മിനിക്കോയ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ അവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മഹൽ ആണ്. ഓക്കെ. അവരുടെ ഭാഷ എന്താണ്? മഹലാണ്. ബട്ട് മലയാളം ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് ഇൻ ഓൾ ദ ഐലൻഡ്സ്. പക്ഷേ എല്ലാ ഐലൻഡ്സിലും കൂടെ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. ഓക്കെ. മൈ മദർ ഹാസ് ആൻ ഐലൻഡർ ഫ്രണ്ട്. ശാന്തി ബ്രോക്ക് ഹെർ സൈലൻസ്. അപ്പോൾ എന്താണ്, ശാന്തി ക്ലാസ്സിലൊരു കുട്ടിയാണ്. അവളിങ്ങനെ ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവൾ പറയുകയാണ്, എൻ്റെ അമ്മയ്ക്ക് ഒരു ഐലൻഡർ ഫ്രണ്ട് ഉണ്ട്. ഷീ കെയിം ഹോം വൺസ്. അവരൊരിക്കൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഷീ സെറ്റ് ദ ഐലൻഡേഴ്സ് ഈറ്റ് എ ലോട്ട് ഓഫ് ഫിഷ്. അവർ പറഞ്ഞിട്ടുണ്ട് ഐലൻഡിലുള്ള ആളുകൾ ഒരുപാട് ഫിഷ് കഴിക്കും, ഒരുപാട് മീൻ കഴിക്കും എന്ന്. ഓക്കെ. യെസ്, യു ആർ റൈറ്റ്, ദേ ഈറ്റ് എ ലോട്ട് ഓഫ് ഫിഷ്. അപ്പോൾ ടീച്ചർ പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്, അവർ ഒരുപാട് ഫിഷ് കഴിക്കുമെന്ന്. ഫിഷിംഗ് ഈസ് വൺ ഓഫ് ദെയർ ചീഫ് ഓക്യുപ്പേഷൻസ്. അപ്പം ഫിഷിംഗ് എന്ന് പറയുന്നത്, മീൻ പിടിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാന തൊഴിലാണ് എന്ന് പറയാണ്. ദെയർ സ്റ്റേപ്പിൾ ഫുഡ് ഈസ് റൈസ് ആൻഡ് ഫിഷ്. സ്റ്റേപ്പിൾ മീൻസ് പ്രധാനപ്പെട്ട. അപ്പം അവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? അരിയും, അതായത് ചോറും ഫിഷുമാണ് എന്നാണ് പറയുന്നത്. സം ഓഫ് ദ ഫിഷ് ദേ ക്യാച്ച് ആർ ക്യാൻഡ് ആൻഡ് എക്സ്പോർട്ടഡ്. അവർ പിടിക്കുന്ന ചില മത്സ്യങ്ങൾ അവർ ക്യാൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യേണ്ട, അവർ പുറത്തേക്ക് അയക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഷുവർലി യു വുഡ് ഹാവ് ടേസ്റ്റഡ് ദ ട്യൂണ ഫിഷ് ഫ്രം ദ ഐലൻഡ്സ്. തീർച്ചയായിട്ടും ഈ ട്യൂണ ഫിഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപക്ഷെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പം എന്താണ്, തീർച്ചയായിട്ടും ഈ ട്യൂണ ഫിഷിനെ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു ഐലൻഡിൽ നിന്ന് വരുന്ന എന്നാണ് ടീച്ചർ പറയുന്നത്. ദേ ഗെറ്റ് എ ലാർജ് വെറൈറ്റി ഓഫ് ഫിഷ്. അവർക്ക് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഫിഷസ് കിട്ടാറുണ്ടെന്ന് പറയുകയാണ്. ഇൻ ദ ലഗൂൺസ് അറൗണ്ട് ദ ഐലൻഡ്സ് ദർ ആർ പ്ലെൻറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഫിഷ് ടു. ലഗൂൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് ഏരിയ, വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെറിയ ചെറിയ ഏരിയാസിനെയാണ് ലഗൂൺസ് എന്ന് പറയാം. അപ്പം ഈ ഐലൻഡിന് ചുറ്റുമുള്ള ഈ ലഗൂൺസിൻ്റെ അവിടെ ആ ഒരു ഭാഗത്ത് നിന്ന് ഐലൻഡേഴ്സിന് ഫ്രഷ് വാട്ടർ ഫിഷും ഒരുപാട് കിട്ടാറുണ്ട്. പ്ലെൻറ്റി ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കിട്ടാറുണ്ട് എന്നാണ് പറയുന്നത്. ഡു ഓൾ പീപ്പിൾ ഇൻ ദ ഐലൻഡ്സ് ലീവ് ബൈ ഫിഷിംഗ്? രേവതി ഹാഡ് എ ജെന്യുവൻ ഡൗട്ട്. രേവതിക്ക് ഒരു ജെന്യുവൻ ഡൗട്ട് വരികയാണ്. ജെന്യുവൻ ഡൗട്ട് എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്തൊരു സംശയം തോന്നുകയാണ്. എന്താണ് സംശയം? ഡു ഓൾ പീപ്പിൾ ഇൻ ദ ഐലൻഡ്സ് ലീവ് ബൈ ഫിഷിംഗ്?
എന്താണ് ഐലൻഡ്സിലുള്ള ആളുകളെല്ലാവരും മത്സ്യബന്ധനം കൊണ്ടാണോ ജീവിക്കുന്നത്? ഫിഷിങ് ആണോ അവരുടെ പ്രധാന തൊഴിൽ? അവരതുകൊണ്ട് മാത്രമാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തൊഴിൽ അവർക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നോ, മേക്കിംഗ് കൊയർ ഈസ് അനദർ ഇമ്പോർട്ടൻ്റ് ഒക്യുപ്പേഷൻ. അപ്പോൾ ടീച്ചർ പറയുകയാണ് കയർ നിർമ്മാണം അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിലാണ് എന്ന്. ഓക്കെ. ആൻഡ് യു മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദ്വീപ് ചക്കര, ദ ജാഗ്രി ദേ ഗെറ്റ് ഫ്രം കോക്കനട്ട് പാംസ്. ജാഗ്രി മീൻസ് എന്താണ്? ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ദ്വീപ് ചക്കര, അതിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത്. അവർക്ക് ഈ ജാഗ്രി കിട്ടുന്നത് എവിടെ നിന്നാണ്? കോക്കനട്ട് പാംസ്, അതായത് പനന്തെങ്ങ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ദ്വീപ് ചക്കര ഉണ്ടാക്കുന്നതും അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു തൊഴിലാണ്. ഐ തിങ്ക് ഓൾ ഓഫ് യു ഹാവ് ടേസ്റ്റഡ് ദ്വീപ് ചക്കര. എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങളെല്ലാവരും ദ്വീപ് ചക്കര ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ്. ടുഡേ ദർ ആർ മെനി ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് ഗവൺമെൻറ് സെർവൻറ്റ്സ് അമംഗ് ദ ഐലൻഡേഴ്സ്. അതായത് ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇന്ന് ഐലൻഡേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരുപാട് ഡോക്ടേഴ്സും ടീച്ചേഴ്സും അതേപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. മെനി ഓഫ് ദം വർക്ക് ഇൻ കേരള ആൻഡ് അതർ സ്റ്റേറ്റ്സ് ടു. അതിൽ ഒരുപാട് ആളുകളും വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ആഡഡ് ദ ടീച്ചർ. അപ്പോൾ ടീച്ചർ ഈ കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. വാട്ട് ഡു ദേ ഗ്രോ ഇൻ ദ ഐലൻഡ്സ്. ആ ഐലൻഡ്സിൽ അവരെന്താണ് കൃഷി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഗുഡ് ക്വസ്റ്റ്യൻ ജിഷ. അപ്പോൾ ടീച്ചർ ജിഷയോട് പറയാണ് നല്ലൊരു ചോദ്യമാണ് അത് എന്ന്. അപ്പോൾ ജിഷയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ദേ ഓൺലി ഗ്രോ കോക്കനട്ട് പാംസ്. അവരാകെ കൃഷി ചെയ്യുന്നത് എന്താണ്? കോക്കനട്ട് പാംസ്, തെങ്ങാണ്. കോക്കനട്ട് ഈസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ ഡിഷസ്. അപ്പോൾ എല്ലാ ഡിഷസിനും എന്താണ്? കോക്കനട്ടാണ് ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. എല്ലാത്തിലും അവർ എന്ത് ചേർക്കും? തേങ്ങ ചേർക്കും. എവറിത്തിങ് എൽസ് ഈസ് ഇമ്പോർട്ടഡ് ഫ്രം കേരള, റൈസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻക്ലൂഡഡ്. അപ്പം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിൽ നിന്നാണ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. റൈസ്, വെജിറ്റബിൾസ്, പിന്നെ എന്താണ് ഫ്രൂട്ട്സും എല്ലാം അവർ എന്ത് ചെയ്യുകയാണ്? കേരളത്തിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈസ് ദർ എനിത്തിങ് എൽസ് ടു സീ ഇൻ ദ ഐലൻഡ്സ്. ആ ദ്വീപുകളിൽ ഇനി വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് കുട്ടികൾ. യെസ് ആസം, ദർ ഇസ് എ മറൈൻ അക്വാറിയം ആൻഡ് മ്യൂസിയം അറ്റ് കവരത്തി, ദ ക്യാപിറ്റൽ. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ, അതായത് തലസ്ഥാനമാണ് കവരത്തി എന്ന് പറയുന്നത്. അവിടെ ഒരു മറൈൻ അക്വേറിയവും അതേപോലെ തന്നെ ഒരു മ്യൂസിയവും ഉണ്ട് എന്ന് ആസിമിനോട് പറയാണ്. മറ്റെന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ടീച്ചർ പറയണേ യെസ്, അവിടെ എന്തൊക്കെയാണുള്ളത്? മറൈൻ അക്വേറിയവും മ്യൂസിയവും. എവിടെയാണ്? ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കവരത്തിയിൽ. ഓക്കെ. ദർ യു ക്യാൻ ലേൺ അബൌട്ട് ദ ഐലൻഡ്സ് മറൈൻ ലൈഫ്. അവിടെ നിങ്ങൾക്ക് എന്താണ്? മറൈൻ ലൈഫിനെ കുറിച്ച്, സമുദ്ര ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ലക്ഷദ്വീപ് ഹാസ് എ റിച്ച് മറൈൻ ലൈഫ് ഇൻക്ലൂഡിങ് ഫിഷ്, ടേർട്ടിൽസ് ആൻഡ് ഡോൾഫിൻസ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് മറൈൻ ലൈഫ് വളരെ റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫിഷസും അതേപോലെ എന്താണ് ടേർട്ടിൽസ്, ആമയും ഡോൾഫിൻസും ഒക്കെ അവിടെ ഉണ്ട്. ലക്ഷദ്വീപ് ഈസ് ഓൾസോ ആൻ എക്സൈറ്റിംഗ് ഡെസ്റ്റിനേഷൻ ഫോർ മറൈൻ എക്സ്പ്ലോറേഷൻ. അപ്പോൾ സമുദ്ര ജീവിതത്തെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ, ഒരു സ്ഥലം തന്നെയാണ് എന്ത്? ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഡു യു നോ ദ ലക്ഷദ്വീപ് ഐലൻഡ്സ് ആർ ആക്ച്വലി കോറൽ അറ്റോൾസ്. കോറൽ അറ്റോൾസ് എന്ന് പറഞ്ഞാൽ പവിഴ ദ്വീപുകളാണ്. നിങ്ങൾക്കറിയോ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഐലൻഡ് ഒരു പവിഴ ദ്വീപാണ്. ദ ലഗൂൺസ് ആർ ദ സൈറ്റ് യു വിൽ നെവർ ഫോർഗെറ്റ്. ലഗൂൺസ്, ആ ഒരു സൈറ്റ്, ആ ഒരു കാഴ്ച നിങ്ങൾ ഒരിക്കലും മറക്കില്ല ലഗൂൺസിൻ്റെ. പെർഹാപ്സ് യു മേ ബി ഏബിൾ ടു മീറ്റ് സം ഓഫ് ദ ഫേമസ് ഐലൻഡേഴ്സ് ടു. ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ വെച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ഐലൻഡേഴ്സിനെയും മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദർ ആർ റൈറ്റേഴ്സ്, പെയിൻറ്റേഴ്സ് ആൻഡ് ഫിലിം മേക്കേഴ്സ് ഫ്രം ദ ഐലൻഡ്സ് ഹൂ ആർ വെൽ നോൺ ഇൻ ദ കൺട്രി ആൻഡ് അബ്രോഡ്. അവിടെ എന്താണ്? ഒരുപാട് റൈറ്റേഴ്സ്, എഴുത്തുകാർ, പെയിൻറ്റേഴ്സ്, ചിത്രകാരന്മാർ, അതേപോലെ ഫിലിം മേക്കേഴ്സ് ഒക്കെ ഉണ്ട് ആ ഒരു ഐലൻഡ്സിൽ. അവർ നമ്മളുടെ രാജ്യത്തും പുറത്തും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളുമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോന ടീച്ചർ സ്കാൻഡ് ദ ഫേസ് ഓഫ് ദ ചിൽഡ്രൻ. ദേ ഓൾ ലുക്ക്ഡ് വെരി എക്സൈറ്റഡ്. അപ്പോൾ ടീച്ചർ കുട്ടികളുടെ എല്ലാവരുടെയും ഫേസിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്, അവരുടെ ഫേസ് സ്കാൻ ചെയ്യുന്നത് പോലെ. ദേ ഓൾ ലുക്ക്ഡ് വെരി എക്സൈറ്റഡ്. അവരെല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. സോ ഓഫ് വി ഗോ ടു ലക്ഷദ്വീപ് ഇൻ 3 weeks ടൈം. അപ്പോൾ നമുക്ക് ലക്ഷദ്വീപിൽ പോയാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ എന്ന് ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ്. പ്ലീസ് ഗെറ്റ് യുവർ പാരൻസ് പെർമിഷൻ. നിങ്ങളുടെ പാരൻസിൻ്റെ, രക്ഷിതാക്കളുടെ സമ്മതം വാങ്ങാനായിട്ട് പറയുകയാണ്. വി വിൽ കോൺടാക്ട് ദ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ടു ഗെറ്റ് ദ ടൂർ പെർമിറ്റ്.
അപ്പോൾ ലക്ഷദ്വീപിലേക്ക് നമുക്കങ്ങനെ ഓടിപ്പോകാൻ പറ്റില്ല. അവിടുത്തെ ഭരണാധികാരികളുടെ അടുത്ത് നിന്ന് നമുക്ക് പെർമിഷൻ വാങ്ങണം അങ്ങോട്ട് വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ അതായത് സ്കൂളിൽ നിന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനെ കോൺടാക്റ്റ് ചെയ്ത് പെർമിറ്റൊക്കെ വാങ്ങാമെന്ന് പറയാണ്. ലെറ്റ് us say ബോൺ വോയേജ്, നമുക്ക് പറയാം ശുഭയാത്ര എന്ന്. അപ്പം ഇത്രയും പറഞ്ഞ് ഈ ഒരു സ്റ്റോറി ഇവിടെ നിർത്തുകയാണ്. സോ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.